ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി അടിമാലി മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. അടിമാലി ശാന്തിഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾക്ക് ആരംഭിച്ചു. വിവിധ ക്ഷേത്രങ്ങളിൽ നടന്നു വന്നിരുന്ന ശിവരാത്രി ആഘോഷങ്ങളും ഇതോടെ സമാപിച്ചു. ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പിതൃതർപ്പണ ചടങ്ങുകൾക്കായി അടിമാലി മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പിതൃതർപ്പണ ചടങ്ങുകൾക്കായി ക്ഷേത്രങ്ങളിൽ വിപുലമായ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. പുലർച്ചെ മുതൽ ക്ഷേത്രങ്ങളിൽ പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. അടിമാലി ശാന്തിഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പൂത്തോട്ട ലാലൻ തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശിവരാത്രി മഹോത്സവത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള തന്റെ പൂർവികരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി അല്ലെ പിതൃക്കൾക്ക് വേണ്ടി നമ്മുടെ പൂർവികർക്ക് വേണ്ടി നടത്തുന്ന പിതൃയജ്ഞത്തിന്റെ ഭാഗമായിട്ടുള്ള പിതൃതർപ്പണം നാനാദേശത്തു നിന്നും ഈ പുണ്യസങ്കേതത്തിലെത്തുകയും അവരുടെ പിതൃക്കളെ സ്മരിക്കുവാനുള്ള പുണ്യദിനമായി അല്ലെങ്കിൽ അതിനുള്ള ഒരു സങ്കേതമായി ശരിക്കും ശാന്തഗിരീശ്വരൻ മാറുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമായി കരുതുന്നു. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾക്കെത്തിയവരുടെ നീണ്ട നിര രൂപപ്പെട്ടിരുന്നു. ചടങ്ങുകൾക്ക് ശേഷം പ്രഭാത ഭക്ഷണവും ക്രമീകരിച്ചിരുന്നു. അടിമാലി ശാന്തിഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ ഉൾപ്പെടെ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്നു വന്നിരുന്ന ശിവരാത്രി ആഘോഷവും സമാപിച്ചു. ശിവരാത്രി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തവണ അടിമാലി മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. സിറ്റി വിഷൻ, അടിമാലി.